നല്ലൊരു വലിയൊരു അപകടമുണ്ട്. ആ വീഡിയോയിൽ കണ്ടതല്ല ശരി. അതൊരു ഓൺലൈൻ മീഡിയയ്ക്ക് അവരുടെ റീച്ച് കൂട്ടാനോ റേറ്റ് കൂട്ടാനോ മീഡിയക്കാരോട് ഞാൻ പറയാണ്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എവിഡൻസ് ഉണ്ടാക്കി കള്ളക്കേസ് ചമക്കുന്നത് ഒരു കുറ്റകരമായ ഒഫൻസാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിർബന്ധപൂർവ്വം ചെയ്താൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. നിർബന്ധം പറഞ്ഞാൽ വലിയിട്ട് എന്നെ തല്ലിയിട്ട് ചെയ്യിപ്പിച്ചല്ല, പക്ഷെ ഇങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. റീച്ച് കൂടൊന്നല്ല, ഈ തല്ല് കിട്ടിയ കാര്യങ്ങൾ വലിയ രീതിയിൽ വിവാദങ്ങൾ വരും. അപ്പോൾ പുള്ളിക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞു, കാര്യക്കാർക്ക് ഗൗരവം. അങ്ങനെ മീഡിയയുടെ പ്രഷർ മൂലമാണ് അന്ന് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുപോവുകയും അലിൻ ജോസ് അങ്ങനെ ചെയ്യും. അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പരിക്ക് പറ്റുന്ന യാതൊരു പ്രശ്നവും അലിൻ ജോസിന് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള തല്ല് ആൾ ചെയ്തിട്ടുമില്ല. പേടിപ്പെടുത്താൻ വേണ്ടി ദേഷ്യം വരുമ്പോൾ ഇപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ സിനിമ സ്റ്റൈൽ വർത്താനം പറഞ്ഞു, നിന്നെ കൊല്ലൂടാ, നിന്റെ കുടുംബം കത്തിക്കും, ബോംബ് എറിയും, അല്ലെങ്കിൽ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരങ്ങൾ നമ്മൾ പറയുന്ന, ദേഷ്യം കൊണ്ട് പറയുന്ന, അല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൻ്റെ സുഹൃത്തായ ആശിഷ് മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അലിൻ ജോസ് പെരേര ഒരു വീഡിയോയുമായി രംഗത്ത് വന്നത്. പിന്നീട് ഈ ആശിഷ് ആലുവ പോലീസിലൊരു പരാതിയും കൊടുത്തു. ഇപ്പോൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ എത്തി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഇവരുടെ അഭിഭാഷകനോട് തന്നെ ചോദിക്കാം. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം? അന്ന് 16-ാം തീയതി ഒരു തൃപ്രയാർ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരു പരിപാടിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ, തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു വാക്ക് തർക്കവും മുന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇതിന് ശേഷം പുറത്തു വന്നത്. അതായത് അലിൻ ജോസിനെ കൊണ്ട് ഒരു ഫാൻസി ഡ്രസ്സ് പോലെ കഴിപ്പിച്ച് ചില ഓൺലൈൻ മീഡിയകൾ അവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അതായത് ഫാൻസി ഡ്രസ്സ് മുഖേന അവനെ പ്ലാന്റേഷൻ ഒട്ടിക്കുകയും പ്ലാസ്റ്റർ ഒട്ടിക്കുകയും അതിനുശേഷം എല്ലാ സോഷ്യൽ മീഡിയയും, ഏത് സോഷ്യൽ മീഡിയ ചാനലൊന്നും എനിക്കറിയില്ല, അപ്പോൾ അലിൻ ജോസ് പറയും, അത് ചെയ്യുകയും അങ്ങനെ ഫേക്കായിട്ടുള്ള പരാതി നൽകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഈ അലിഗേഷനാണ് ആശിഷ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല, അത് തെറ്റാണ് എന്ന് പറയുകയും അതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തല്ലിയിട്ടുണ്ട്, തല്ലിയെന്ന് പറഞ്ഞാൽ ഒന്നും തള്ളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ വെച്ചുകെട്ടലായിരുന്നു എന്നാണ് ഇപ്പം നമുക്ക് ഈ ചർച്ചയിൽ മനസ്സിലായത്. പോലീസ് എന്താ ഇപ്പോൾ പറഞ്ഞത്? രണ്ടുപേര് പരാതിയിൽ പോലീസ് കേൾത്തു. ഞാനും ഉണ്ടായിരുന്നു. രണ്ടുപേര് പോലീസ് വളരെ കൃത്യമായിട്ട് കേട്ടു. അലിൻ ജോസിൻ്റെ പരാതി കേട്ടു, അലിൻ ജോസിൻ്റെ ഇൻറ്റിമേഷൻ വിളിച്ചു വരുത്തി. അതുപോലെ തന്നെ ആശിഷ് കൊടുത്ത പരാതിയും വളരെ വാല്യൂബിൾ ആയിട്ടുള്ള പരാതിയാണ്. രണ്ടുപേരുടെയും പരാതി കേട്ടുകൊണ്ട് രണ്ടുപേരും ഒത്തൊരുമിച്ച് പോകണമെന്നും, കാരണം പരിക്കൊന്നും അങ്ങനെ ഇല്ല. ആ വീഡിയോയിൽ കണ്ടതല്ല ശരി. അതൊരു ഓൺലൈൻ മീഡിയയ്ക്ക് അവരുടെ റീച്ച് കൂട്ടാനോ റേറ്റ് കൂട്ടാനോ എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. നിയമപരമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. മീഡിയക്കാരോട് ഞാൻ പറയാണ്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എവിഡൻസ് ഉണ്ടാക്കി കള്ളക്കേസ് ചമക്കുന്നത് ഒരു കുറ്റകരമായ ഒഫൻസാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജോസ് പെരേരയുടെ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. തലയിലൊക്കെ വെച്ച് കെട്ടി കൈയൊക്കെ ഒടിഞ്ഞ രീതിയിലായിരുന്നു ആ വീഡിയോ കണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ ഒന്നുമില്ല. എന്താ സംഭവിച്ചതെന്ന് തന്നെ ചോദിക്കുക. എന്തായിരുന്നു? നല്ല ചെറിയ ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നു തോന്നല്ലോ. അപ്പോൾ അദ്ദേഹം കണ്ടല്ലോ, ഈ ചെറിയ സ്പോട്ടൊക്കെ കണ്ടല്ലോ. ഇതൊക്കെ ആ ഒരു സ്ക്രാച്ചൊക്കെ ആ ഒരു ഇതിൽ സംഭവിച്ചതാണ്. പിന്നെ ഇവിടെ ഒരു പരിക്കല്ല കൊണ്ടിരുന്നു കൈ. അപ്പോൾ അതൊന്നും അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു വലിയ മരണമാസ ഫൈറ്റാന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല. പക്ഷേ എന്നാലും ഒരു സംഘർഷം ഉണ്ടായിരുന്നു ആ വണ്ടി വെച്ച്. പക്ഷെ അത് ഇപ്പോൾ ആ ഒരു പരിപാടിക്ക് ഞാൻ പോകണ്ടെന്ന് ഒരു മനസ്സിലൊരു സംഭവം ഉണ്ടായി. എന്തിനാണ് ഞാൻ പോയതുകൊണ്ടല്ലേ ഇത്രയും വള്ളിയായതെന്ന് ഓർത്തു. കാരണം ഇനി ആശിഷ് എന്ന വ്യക്തി എൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കില്ല. മീഡിയ നമ്മളടുത്ത് വളഞ്ഞ് ശ്രീത്ത് എന്ന് പറഞ്ഞ ചാനലുകാരൻ, പിന്നെ സില്ലി സ്പോട്ട്, ICG, വൈശാഖ്, സ്പോട്ട് റീൽസ്, അങ്ങനെ 3-4 ചാനൽ വന്നു. പിന്നെ നീലക്കുയിലൊക്കെ വീഡിയോകൾ കൊടുത്തു, കൈമാറുമല്ലോ. അവർ ഫ്രണ്ട്സ് ആവുകൊണ്ട് നീലക്കുയിലെ നിയാസിൻ്റെ പേജിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് നിർബന്ധപൂർവ്വം ചെയ്താൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. നിർബന്ധം പറഞ്ഞാൽ വലിയിട്ട് എന്നെ തല്ലിയിട്ട് ചെയ്യിപ്പിച്ചല്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. റീച്ച് കൂടൊന്നല്ല, ഈ തല്ല് കിട്ടിയ കാര്യങ്ങൾ വലിയ രീതിയിൽ വിവാദങ്ങൾ വരും. അപ്പോൾ പുള്ളിക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞു, കാര്യക്കാർക്ക് ഗൗരവം. അല്ലാണ്ട് ഈ ഫാൻസി ഡ്രസ്സാണെന്ന് അവർക്ക് അറിയാം, പക്ഷേ കാര്യഗൗരവം ആശിഷിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം ഒരാളെ എന്തായിക്കോട്ടെ, സംഘർഷം കാറിൽ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഇനിയൊരു സിറ്റുവേഷനിൽ ആശിഷ് എന്ന് പറഞ്ഞ വ്യക്തി യൂബർ ഓടിച്ച് ജീവിതമാർഗം ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ മാപ്സിക് മീഡിയ വർക്ക് ചെയ്യുന്ന ഒരു ആങ്കർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലൊരു ഇനി റെഡ് മാർക്ക് വീകൃതല്ല, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേടിപ്പിക്കാൻ വേണ്ടി മീഡിയക്കാർ ചെയ്യാൻ പറഞ്ഞപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മീഡിയയുടെ പ്രഷർ മൂലമാണ് അന്ന് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുപോവുകയും അലിൻ ജോസ് അങ്ങനെ ചെയ്യും. അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പരിക്ക് പറ്റുന്ന യാതൊരു പ്രശ്നവും അലിൻ ജോസിന് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള തല്ല് ആൾ ചെയ്തിട്ടുമില്ല. പക്ഷേ അടിച്ചിട്ടുണ്ട്.
അത് നമുക്ക് പുറത്ത് കാണാൻ പറ്റാത്ത പരിക്കുകളുണ്ടാവും, അതായത് കാറിലുണ്ടായ തർക്കങ്ങൾ. പക്ഷേ അങ്ങനെ വെച്ച് ചെറിയ വയലൻസ് അല്ല, ചെറിയൊരു ഹെർട്ട് എന്ന് പറയാം അതിനെ, നമ്മൾ ലീഗൽ വേർഡിൽ ഹെർട്ട് എന്നാണ് പറയാം. അബദ്ധങ്ങൾ ഞാൻ പറയാം, കാരണം പിള്ളേർ എൻ്റെ വാട്സാപ്പിലേക്ക് ഞാൻ വോയിസ് അയച്ചിരുന്നു. അത് പേടിപ്പെടുത്താൻ വേണ്ടി ദേഷ്യം വരുമ്പോൾ ഇപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ സിനിമ സ്റ്റൈൽ വർത്താനം പറഞ്ഞു, നിന്നെ കൊല്ലൂടാ, നിൻ്റെ കുടുംബം കത്തിക്കും, ബോംബ് എറിയും, അല്ലെങ്കിൽ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരങ്ങൾ നമ്മൾ പറയുന്ന, ദേഷ്യം കൊണ്ട് പറയുന്ന, അല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ആ ഒരു ആവേശത്തിൽ നമ്മൾ ഈ മീഡിയകൾ അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി ഇയാളെ ഉപയോഗിക്കരുത്. ഞാൻ വീണ്ടും പറയാണ്, റിക്വസ്റ്റ് പറയുന്നത്, ഒരു നിങ്ങളുടെ റീച്ച് കിട്ടാൻ നിങ്ങൾ വേറെ കണ്ടന്റ് ചെയ്യൂ, ഇയാളെ വിട്ടേക്കൂ. ഇയാളെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഫാൻസി ഡ്രസ്സ് ഭരിച്ച് കൊടുത്ത് സമൂഹത്തിലേക്ക് വിടുകയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള എവിഡൻസ് ഉണ്ടാക്കി ചെയ്ത് തെറ്റാണ്. മീഡിയകളുടെ പ്രവണത ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനിയുള്ള എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതാണ്. പല പല ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടും പല പല പരിപാടിയായിട്ട് ബന്ധപ്പെട്ടും പിന്നെ കാണേണ്ടി വരും. അപ്പോൾ നമ്മളായിട്ട് കയ്യേറ്റം ഇനി ഉണ്ടാകരുതെന്നാണ് അശ്വിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റുള്ള ആൾക്കാർ പറഞ്ഞ, മറ്റുള്ള ഈ സിലി പോസ്റ്റ് ആണെങ്കിലും ഇന്ത്യൻ സിനിമകളാണെങ്കിൽ മറ്റേ നീലക്കുയിലാണെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 2 പൈസ തന്നോട്ടെ, തരാണ്ടിരുന്നോട്ടെ, കണ്ടന്റ് എടുക്കുന്നുണ്ട്, ഇതുവരെ ദേഹത്ത് ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ ആ ദേഹ ഉപദ്രവം ഏൽപ്പിച്ചു എന്ന് നീ പറഞ്ഞപ്പോൾ, നീ വിഷമിച്ച വീഡിയോ കണ്ടപ്പോൾ അവർക്ക് പേഴ്സണലി വിഷമം ഉണ്ടായെന്ന് പറഞ്ഞു. അതാണ് ലാലേട്ടൻ്റെയും വലിയ വലിയ നടിമാരുടെ രഞ്ജിനി ഹരിദാസിൻ്റെയൊക്കെ പ്രോഗ്രാം കട്ട് ചെയ്തിട്ട് അവരിവിടെ വന്ന് ഷൂട്ട് ചെയ്തു. വലിയ വലിയ പരിപാടികൾ കട്ട് ചെയ്തിട്ട് നമ്മൾ വന്ന് ഷൂട്ട് ചെയ്ത് റീച്ച് ഉണ്ടാവുമെന്ന് ഓർത്തിട്ടില്ല വരുന്നത്. പക്ഷേ അവർക്കൊരു ആ ഒരു സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടി ആ ഫാൻസി ഡ്രസ്സ് ചെയ്യേണ്ടി വന്നു. ഈ പലപ്പോഴും ഈ കോമാളിയാക്കി ഇവരൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് അല്ലേ ഈ ഓൺലൈൻ മീഡിയ. അത് വേദനയുണ്ട് പലപ്പോഴും. ഞങ്ങൾ എൻ്റെ അനിയനെ പോലെ നോക്കണതാണ്, എൻ്റെ വീട്ടിൽ വരാറുള്ളതാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഇവനെ കളിയാക്കുമ്പോഴും ഞാനങ്ങനെ അത്ര കളിയാക്കുന്നതുള്ള ടൈപ്പ്. നമ്മൾ പരസ്പരം ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് യാത്രകൾ ഇവനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് തലശ്ശേരി വരെ വണ്ടി പിടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പരസ്പരം ചെറിയ ചെറിയ തമ്മിത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ രസകരമായിട്ടുള്ള ചീത്തകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ ഒരു രസത്തിൽ ഞങ്ങൾ എടുത്തിട്ട് പോകാറാണ് പതിവ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം തൃപ്രാറ് പോയ പരിപാടി ഇവന് ഓൾറെഡി താല്പര്യം ഉണ്ടായില്ല ആ പരിപാടിക്ക് പോകാൻ. കാരണം ഇവന് ഓൾറെഡി അഡ്വാൻസ് വാങ്ങിച്ച് വെച്ചേക്കുന്ന ഒരു 2000 രൂപ അഡ്വാൻസ് വാങ്ങിച്ച് വെച്ചേക്കുന്ന ഒരു പരിപാടി ഇവന് ഓൾറെഡി ഇഷ്ടം ഉണ്ടായില്ല. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് ആ ഒരു ഐസൈഡൻ മോൻ വിളിച്ചിട്ടുണ്ട്, അവിടുത്തെ തൃപ്രാറ് അവിടുത്തെ ഒരാൾ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ പൈസ 2000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, നീ ഇവൻ വന്നില്ലെങ്കിൽ വഞ്ചനാ കുറ്റത്തിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ എൻ്റെ നമ്പർ ഇവൻ കൊടുത്ത് എന്നെ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ നീ ഈ പരിപാടിക്ക് പോയില്ലെങ്കിൽ അവരിങ്ങനെയാണ്, നീ എന്ത് പൈസ വാങ്ങിച്ചിട്ട് പോയത് ശരിയാവില്ല എന്ന് പറഞ്ഞ് പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ പോകണേയാണ് ഞങ്ങൾ ഈ തൃപ്രാറ് പരിപാടി പോയി അവനവിടെ പരിപാടി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു പരിപാടി ഏറ്റെടുത്തുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് തന്നെ അവൻ കയറി, അവിടത്തുള്ള വീട്ടിലേക്ക് കയറി, അവൻ എല്ലാവരെയൊക്കെ ആയിട്ട് രസമായിട്ട് നല്ല സംസാരിച്ചു, ഡാൻസ് കളിച്ചു, ഡാൻസൊക്കെ കളിച്ച് രസമായിട്ട് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഴയൊക്കെ പെയ്തു. അപ്പോൾ ഒരു സാധാരണ കുടുംബമായിരുന്നു. അപ്പോൾ അവർ പിരിവിട്ട ആൾക്കാരുണ്ട്, സാധാരണ കുടുംബമാണ്. അപ്പോൾ പിരിവൊക്കെ ഇട്ടായിരിക്കും ഇത്ര ഒരു 8000 10,000 കൊടുക്കുന്ന എത്ര ഒരു ആൾക്കാരായിരിക്കണം. അപ്പോൾ ആ 2000 രൂപ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ കയറി, അപ്പോൾ ഡാൻസൊക്കെ കളിച്ചു, ഞങ്ങളിവിടെ ഇരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, ഒരു 2 പേരോട് വരാറുണ്ട്, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ഫുഡൊക്കെ തന്നു. നമ്മൾ പള്ളിയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, വണ്ടി കയറിയപ്പോൾ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ചെറിയൊരു അതായത് നമ്മുടെ പരിപാടി അവർ വിളിച്ചിട്ടൊന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് അതേ ചൊല്ലി ഉണ്ടായ ഒരു തർക്കമാണ് ആക്ച്വലി ഉണ്ടായത്. ഒരു തൃപ്രയാർ തൊട്ട് ഇവിടെ വരെ ഇവനായിട്ടുള്ളൊരു സംഭവം. നമ്മുടെ അനിയനാണ്. എനിക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആക്ച്വലി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്ര സീരിയസ് ആയിട്ട് എനിക്ക് ഒന്നാമത് വയ്യായിരുന്നു, എനിക്ക് പനിയായിരുന്നു, എനിക്ക് ഓൾറെഡി ഞാൻ നല്ല ടയേർഡായിരുന്നു. പിന്നെ എൻ്റെ വണ്ടിയിലുള്ള ആൾക്കാർ ഒക്കെ ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ നിന്ന് മിണ്ടാണ്ട്, ഞാൻ രാത്രിയാണ് 11 മണിയാണ്, നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവും, ഞാൻ ശ്രദ്ധിച്ച് ഓടിക്കണം, ഞാനൊരു ഊബർ ഡ്രൈവറാണ്, ഓക്കെ, നിങ്ങളുടെ 3 പേരുടെ ജീവൻ എൻ്റെ കയ്യിലാണ്, അപ്പോൾ നീ അത് ആലോചിക്കണം, നീ ഒന്ന് കുറച്ചൊരു സമ്മാനത്തോളം മിണ്ടാതിരിക്കുന്നത് ഞാൻ പലതവണ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അവനത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെന്താണ്, അവൻ ആ സമയത്ത് അവിടെ വെച്ച് പറഞ്ഞത് പൈസ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. ഞാൻ തന്നേക്കാം എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഓക്കേടാ, നമുക്ക് നിനക്ക് നഷ്ടം ഉണ്ടാവുന്ന കേസാണ്, ആ പരിപാടി വേണ്ട, ഓക്കെ വിട്ടു. ഞങ്ങൾ ആ കേസൊക്കെ ടോക്കൊക്കെ വിട്ട് രസകരമായിട്ട് സംസാരിച്ച് വന്നു. പക്ഷേ ഇവിടെ എത്തി പങ്കമാലെത്തിയപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പൈസ ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് എന്നെ കുറ്റപ്പെടുത്തുക, അവരുടെ അടുത്ത് നിന്ന് പൈസ എന്താ വാങ്ങാതിരുന്നത്. അപ്പോൾ വണ്ടിയിലുണ്ടാവുന്ന ഒരു ചെറിയ
ചെറിയൊരു കശപിശ സംഭവം ഉണ്ടായുള്ളൂ. പക്ഷെ അവന് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഇഷ്യൂല് അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വന്നായിരിക്കും. പക്ഷെ അവനോട് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ആ വിളിച്ചപ്പോഴൊന്നും ഞാൻ ആറാട്ടനെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു, എല്ലാവരും കൊണ്ട് വിളിപ്പിച്ചിരുന്നു ഇവനാണ്. പക്ഷെ ഇവനെ ഓക്കെ ദേഷ്യമായിരിക്കും, അവൻ്റെ സ്വഭാവം അതാണ്, അവൻ്റെ ക്യാരക്ടർ ഏതാണ് എനിക്കറിയാം, ഞാൻ ഒന്നും അവനോട് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഇങ്ങനെ വീഡിയോസൊക്കെ കൂടി വന്നപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ അനിയനെ പോലെ ഇരിക്കണവൻ എന്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്തുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത് മുറിവോ ഒടുവോ ചതവോ ഉണ്ടാക്കുന്ന യാതൊരു ഇതുണ്ടായിട്ടില്ല. അതൊരു ഫാൻസി ഡ്രസ്സായിരുന്നു, മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണ്, ഓൺലൈൻ മീഡിയകളാണ്. അപ്പോൾ ഇയാൾക്ക് അതിൽ കുറച്ച് ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പൊതുവായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിയാണ്, കേസല്ല, പരാതിയിന്മേൽ ആ ഒത്തുതീർപ്പാകുന്ന രീതിയിൽ അങ്ങനെ നടന്നത് അത് സത്യമല്ല, നിങ്ങൾ കണ്ടത്, അതായത് വെച്ച് കെട്ടിയ ആ കാര്യം സത്യമല്ല. അങ്ങനെ ഒരു സംവിധാനമോ അങ്ങനെ ഒരു മുറിവോ ചതവോ ഇഞ്ചുറിയോ ഉണ്ടായിട്ടില്ല. അത് മീഡിയകളുടെ പ്രഷർ മൂലം അലിൻ ജോസിന് ചെയ്യേണ്ടി വന്നതാണ്. ഇയാൾ അതിൽ കുറ്റക്കാരനല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, രണ്ടുപേരും അങ്ങോട്ടും സുഹൃത്തുക്കൾ എന്ന രീതിയിൽ തല്ലിടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അത്രയുള്ള രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളോട് ഞാൻ മാധ്യമങ്ങളിലോട് പറയാണ്, ഇങ്ങനെയുള്ള ആ ഫാൻസി ഡ്രസ്സ് ഇത് നിങ്ങളത് പ്രചരിപ്പിക്കരുത്. ഞാൻ പ്രചരിപ്പിച്ചാൽ കുറ്റമാണ്, കാരണം ചെയ്യാത്ത കാര്യമാണത്. അപ്പോൾ നിങ്ങളത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും അതിൻ്റെ രീതിയിൽ പോകേണ്ടി വരും, നിയമപരമായിട്ട്. കാരണം എവിഡൻസ് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല തെറ്റായിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ അലിൻ ജോസ് പെരേര ഒരുപാട് കഴിവുള്ള ആളാണ്. ഈ മീഡിയകൾ പലപ്പോഴും കോമാളികളാക്കി ചിത്രീകരിക്കുകയാണ് അവരുടെ റീച്ചിന് വേണ്ടിയിട്ടെന്നാണ് ഇപ്പോൾ അഭിഭാഷകനാണെങ്കിലും പറഞ്ഞത്. അലിൻ ജോസിൻ്റെ കഴിവുള്ളത് കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും തിളങ്ങി നിൽക്കുന്നത്. നമുക്കെല്ലാം അറിയാം, പല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കോമാളിയാക്കി കാണിച്ചുകൊണ്ട് ചിലർ നടത്തുന്ന ഒരു പേക്കൂത്താണ് ഇത്തരത്തിലൊരു സംഭവത്തിന് ഇടയായതെന്നാണ് അലിൻ ജോസ് പറയുന്നത്. ഒരുപാട് ഉയരങ്ങളിലേക്ക് അലിൻ ജോസ് എത്തട്ടെ. ഇത്തരത്തിലുള്ള ഇനി അലമ്പ് പരിപാടികൾക്കൊന്നും ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല. എനിക്ക് ആക്ച്വലി പ്രശ്നമില്ല, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിയാണ് രാവിലെ. ഇനി യാതൊരു പ്രശ്നവുമില്ല, കാരണം നമ്മളായിട്ട് ഇനി ഇടി പിടിക്കാൻ വരാണ്ടിരുന്നാൽ മതി. എന്തായാലും രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അത് പറഞ്ഞ് തീർത്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത്. കൊച്ചിയിൽ നിന്നും ടി അഭിഷേകത്തിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.